പീച്ചച്ച, പ്രിയ വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇവിടെ നിങ്ങളോടൊപ്പം ഈ ദീപബലി അർപ്പിക്കുന്നതിൽ ഞാൻ ഒത്തിരിയധികം സന്തോഷിക്കുകയാണ്. കാരണം 1996 ഫെബ്രുവരി മാസം ഞാനിവിടേക്ക് കടന്നു വരുമ്പോൾ ഞാനൊരു ശിശുവായിരുന്നു. പ്രത്യേകിച്ച് പൗരോഹിത്യത്തിന്റെ കാര്യങ്ങളൊക്കെ ആദ്യത്തെ വർഷങ്ങളിലാണല്ലോ നമ്മൾ പഠിക്കുക. ശിശുവായ എന്നെ വളർത്തി വലുതാക്കി ഞാനും കോഴിക്കാടനച്ഛനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കോഴിക്കാടനച്ഛൻ പറവൂർ പള്ളിയിലേക്ക് മാറ്റമായി. അതിനു മുമ്പ് എനിക്ക് ലെറ്റർ വന്നു, കല്യാൺ രൂപതയിലേക്ക് അച്ഛനെ വിടാനാണ് താല്പര്യമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോഴിക്കാടനച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ പറയുകയാണ്, അച്ഛന് 8 മാസമല്ലേ ആയിട്ടുള്ളൂ, എന്തിനാ ഇപ്പൊ പോകണം? ഇങ്ങനെ മറ്റ് രൂപതകളിലേക്ക് സേവനം അനുഷ്ഠിക്കാൻ കല്യാൺ രൂപതയിലേക്ക് ഇവിടത്തെ അച്ഛന്മാരെ കൃത്യമായിട്ട് അറിയില്ലല്ലോ, അതുകൊണ്ട് അച്ഛൻ ഇപ്പൊ പോകണ്ട, അച്ഛൻ പിന്നീടൊക്കെ പോയാ മതി, ഇവിടെയൊക്കെ 1-2 വർഷം വർക്ക് ചെയ്തിട്ട് പോയാ പോരെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോഴിക്കാടനച്ഛനും ഒരു ട്രാൻസ്പെറന്റ് ലെറ്റർ ഇവിടെ എത്തി, അച്ഛനെ പറവൂർക്ക് മാറ്റിയിരിക്കുന്നെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഭക്ഷണം കഴിക്കുന്നിടത്ത് സംസാരിച്ചു, അന്ന് നമുക്ക് 2 പേർക്കും കൂടി പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. 8 മാസം പ്രായമായ എന്നെ അങ്ങോട്ട് വിട്ടു. ഇന്നിപ്പോ ഞാൻ ഇരിക്കുന്നത് ഈ പറവൂർ കോട്ടക്കാവ് പള്ളിയിൽ എവിടേക്കാണോ ഞാൻ കോഴിക്കാടനച്ഛനെ കൊണ്ടു ചെന്നാക്കിയത് അവിടെയാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. എന്തോ ദൈവഹിതം പോലെ വീണ്ടും ഞാനൊക്കെ പോയത് കല്യാൺ രൂപതയിലും ജയിൽ മിനിസ്ട്രിയിലും ഒക്കെ അങ്ങനെ പ്രവർത്തിച്ചു. അവിടെയൊക്കെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് കിട്ടിയ അനുഭവങ്ങളും തിരുനാളുകളും ഇവിടത്തെ ക്രമീകരണങ്ങളും ഒക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. നിങ്ങളുടെ സ്നേഹവും സാന്ത്വനവുമാണ്. എല്ലാവരും സ്നേഹത്തോടുകൂടെ ഒറ്റപ്പുന, കേളമംഗലം, അവിടെയൊക്കെ ഞങ്ങൾ സൈക്കിളിനൊക്കെ പോകും. അവിടെ ചെന്ന് ഒരു ഇടവക പോലെ തന്നെയാണ് അതും. അത് ഞങ്ങളെ പൂർണ്ണമായിട്ട് പരമേൽപ്പിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടാ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരു വൈദിക ജീവിതത്തിന്റെ ശിശുപ്രായത്തില് നിങ്ങൾ എന്നെ വളർത്തിയതിന് ഞാൻ നന്ദിയും കൃതജ്ഞത അർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി. ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഈ ദേവാലയത്തിലെ തിരുനാളൊക്കെ ആഘോഷിച്ചും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചതിൽ അപ്പോൾ ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിൽക്കുന്നു. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളിൽ തന്നെ ലോക സമാധാനം നമ്മൾ ആകാംക്ഷിക്കുമ്പോഴും പ്രതീക്ഷിക്കുമ്പോഴും ഒക്കെ നമുക്കറിയാം നമ്മളിൽ തന്നെ സമാധാനം വേണം. അതിൽ നമ്മളിലേക്ക് പ്രാർത്ഥനാ ചൈതന്യം വേണം. ഈ പരിശുദ്ധമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവം തന്നെ പരിശുദ്ധമ്മയെ അഭിസംബോധന ചെയ്യുന്നത് നന്മ നിറഞ്ഞവളെ എന്നാണ്. നന്മയുടെ പൂർണ്ണ രൂപം പോലെ ആയിരുന്നു പരിശുദ്ധ അമ്മ. നമ്മളും നന്മ കൊണ്ട് നിറയുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴേ സമാധാനമുണ്ടാകുകയുള്ളൂ. ഇനി ആരാണ് സമാധാനം സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം വേർപെട്ട് കിടക്കുമ്പോൾ ഒരിക്കലും സമാധാനമുണ്ടാകുകയില്ല. അങ്ങനെ വന്നപ്പോഴാണ് പിതാവായ ദൈവം സമാധാന രാജാവായ ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഈ ഭൂമിയിലേക്ക് അയച്ച ഈശോയെ സംവഹിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത്, ഈ സമാധാന രാജാവിനെ വഹിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് പരിശുദ്ധ അമ്മയ്ക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് സമാധാനത്തിന്റെ ഏറ്റവും വലിയ മാതൃകയും അത് വഹിച്ചതുമായിട്ടുള്ള പരിശുദ്ധമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇതിൽ ഭേദം വേറെ എന്താണ് നമുക്ക് ലഭിക്കുവാനുള്ളത്? പരിശുദ്ധമ്മയെ പോലെ ആയിത്തീരുക. തീർച്ചയായിട്ടും ഈ തിരുനാള് സമാധാനം നമ്മളിലും മറ്റുള്ളവരിലും ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. 4 കാര്യങ്ങളാ നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ടത്. അതൊന്ന് ഇതാണ്, പുറകിലേക്ക് നോക്കുക. ലുക്ക് ബാക്ക്, താങ്ക് ഗോഡ്.
പുറകിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറയുക. പരിശുദ്ധ മാതാ ചെയ്തത്. നമ്മളൊക്കെ ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയുക. ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള കൃപ കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുക. നമ്മളെ പോലെ ഒന്നുമില്ലാത്തവരുണ്ടാകാം, വിഷമിക്കുന്നവരുണ്ടാകാം. ഈ ഓർഫനേജിൽ ഞാൻ പോയപ്പോൾ ആ ഒരു ചേട്ടനോട് ചോദിച്ചു, പേരെന്താ? അച്ഛൻ എനിക്ക് പേരറിയില്ല. താങ്കളുടെ പേരെ ചോദിക്കണേ, എനിക്കറിയില്ല. അവിടെ ഉണ്ടായ സേവകരോട് ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ പേരെന്താ? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ അച്ഛാ. കിട്ടി. ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തിന് തന്നെ അറിയാത്ത ചില കാര്യങ്ങളൊക്കെയുണ്ട് ജീവിതത്തിൽ. ഇന്ന് ബോധത്തോടുകൂടെ ഇത് എന്റെ പേരാണെന്ന് പറയുന്നത് തന്നെ ദൈവത്തിന്റെ കൃപ കൊണ്ടാ, മറ്റൊന്നും കൊണ്ടല്ല. അതുകൊണ്ടാണ് ലുക്ക് ബാക്ക്, താങ്ക് ഗോഡ്. ദൈവത്തിന് നന്ദി പറയണം നമ്മൾ. അതാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകേണ്ടത്. ഇന്ന് നമ്മൾ നല്ലൊരു കുടുംബത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് പോകുവാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയും. അവിടെ സമാധാനം ഉണ്ടാകും. അതല്ല എന്നും കംപ്ലൈന്റാ, എനിക്ക് അതില്ല, നല്ല വീടില്ല, അതില്ല, എന്നും കംപ്ലൈന്റ് ഇല്ല. ദൈവമേ തന്നത് മുഴുവനും ദൈവമേ നന്ദിയോടുകൂടെ കാണുവാൻ നമുക്ക് സാധിക്കട്ടെ. ലുക്ക് ബാക്ക്, താങ്ക് ഗോഡ് ഓൾവേസ്. കംപ്ലൈന്റുകൾ വേണ്ട നമുക്ക്. അതായിരിക്കട്ടെ. കൊച്ചുമക്കൾക്കൊന്ന് പറയാൻ പറ്റാ, ലുക്ക് ബാക്ക്, താങ്ക് ഗോഡ്. വെറുതെ ഇരിക്കേണ്ട, സീരിയസ് ഒന്നും ആവണ്ട. തിരുനാളൊക്കെ അല്ലേ. ലുക്ക് ബാക്ക്, താങ്ക് ഗോഡ്. ഒന്ന് ഉറച്ചൊക്കെ പറഞ്ഞേ, ഒന്നുകൂടി ശബ്ദത്തില്. ലുക്ക് ബാക്ക്, താങ്ക് ഗോഡ്. ദൈവത്തിന് നന്ദി പറയുക. നിങ്ങൾ ഇന്ന് ഇവിടെ കൊച്ചുമക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളുക, നിങ്ങളുടെ മാതാപിതാക്കന്മാര് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ടാണ്. ഓഫനേജ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുക. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എത്രയോ മക്കളാണ് സ്വന്തം അപ്പനെ അറിയില്ല, സ്വന്തം അമ്മയെ അറിയാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ലുക്ക് ബാക്ക്, താങ്ക് ഗോഡ് എന്ന് പറയുന്നത്. പുറകിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറയണം എല്ലാ ദിവസവും. ദൈവത്തിന് മുമ്പിൽ നമുക്ക് നന്ദിയോട്. ഇനി ലുക്ക് ഫോർവേഡ്, ട്രസ്റ്റ് ഇൻ ഗോഡ്. നമ്മൾ മുന്നോട്ട് നോക്കിയിട്ട് ജീവിക്കുക, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്. ദൈവത്തിൽ, അതാണ് ട്രസ്റ്റ്. ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട്. നമുക്കറിയാം അബ്രാഹാം ദൈവത്തെങ്കിലേക്ക് നോക്കിയാണ് ജീവിച്ചത്. അബ്രാഹത്തിനോട് ദൈവം പറയുന്നുണ്ട്, നിന്നെ ഞാൻ വലിയ ജനതയുടെ പിതാവാക്കും എന്നൊക്കെ പറഞ്ഞു. നീ വലിയ പിതാവെന്ന് അറിയപ്പെടുമെന്നൊക്കെ അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്ത. നീ നിന്റെ രാജ്യവും നിന്റെ നാട്ടുകാരെയും വീട്ടുകാരെയും ഉപേക്ഷിച്ച് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ പോകുക. അവിടെ അബ്രാഹത്തിന് എന്താ തിരിഞ്ഞു നോക്കാനുള്ളത്? അബ്രാഹത്തിന് മുന്നോട്ട് നോക്കുമ്പോൾ വഴികളൊന്നും പിടുത്തം കിട്ടുന്നില്ല. അത് എങ്ങനെ വരുമെന്നൊന്നും അറിയില്ല. എങ്കിലും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അബ്രാഹം മുന്നോട്ട് പോകുകയും. ഇതാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മൾ അബ്രാഹത്തെ പോലെ ജീവിതത്തിൽ ഇത് തന്നെയാ പരിശുദ്ധമ്മയും വിളിച്ചു പറഞ്ഞില്ലേ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞത്. പരിശുദ്ധ അമ്മ അത് പറഞ്ഞു. ഇനി വരാൻ പോകുന്നത് എന്താണെന്നോ, ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നെന്നോ, വിഷമസന്ധികൾ എന്തൊക്കെയായിരിക്കുന്നു പരിശുദ്ധിക്കാറ്, എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയായിരിക്കണം. പൂർവ്വ ഔസേപ്പിനെ സഹോദരന്മാര് ഇടിച്ച് മർദ്ദിച്ചതൊക്കെ കഴിഞ്ഞ് വിറ്റു. എങ്കിലും നമ്മൾ ഓർക്കുക, ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും. ഈ പൂർവ്വ ഔസേപ്പിനെ അവിടെ രാജാവിന്റെ, അല്ലെങ്കിൽ അന്നത്തെ ഏറ്റവും വലിയ വ്യക്തിയുടെ, അവിടുത്തെ ഏറ്റവും അദ്ദേഹത്തിന് തൊട്ട് താഴെ പോലും പ്രതീക്ഷിക്കുവാൻ ഈജിപ്തിലെ ആ വ്യക്തിയുടെ ഏറ്റവും വലിയ വ്യക്തിയായിട്ട്, ഫറവോയുടെ ഏറ്റവും വലിയ വ്യക്തിയായി തീർക്കുകയാണ്. സഹോദരന്മാർ അടിച്ചതാ, പൊട്ടക്കിണറ്റിൽ തട്ടിയിട്ടതാ, 15 വർഷം ജയിലിൽ കിടന്നതാ. കാരണം സത്യസന്ധതയുടെ പേരിൽ ജയിലിൽ കിടന്ന, എന്നാലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അതുകൊണ്ടാ സഹോദരന്മാരും പിതാവും വന്നപ്പോൾ, നിങ്ങൾ എന്നെ കുറിച്ച് വിഷമിക്കേണ്ട, മറിച്ച് നിങ്ങൾക്ക് മുമ്പേ എന്നെ ദൈവം അയച്ചതാണെന്ന് പറയുവാനുള്ള വലിയ കൃപ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പൂർവ്വ ഔസേപ്പിനെ പോലെ, അബ്രാഹത്തെ പോലെ ദൈവത്തിൽ മുന്നോട്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ട്രസ്റ്റ് ഇൻ ഗോഡ്, ലുക്ക് ഫോർവേഡ്, ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. ഇനി നമ്മൾ മൂന്നാമത്തെ, അപ്പൊ രണ്ടാമത്തെ ഏതാ? ഒന്നുകൂടി പറഞ്ഞേ. ലുക്ക് ഫോർവേഡ്, ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഇനി മൂന്നാമതായിട്ട് ലുക്ക് അറൗണ്ട്, സെർവ് ഗോഡ്. ചുറ്റും നോക്കി സേവനം ചെയ്യുക. നമ്മുടെ കുടുംബം തന്നെ വലിയൊരു സ്ഥലമാണ് നമുക്ക് സേവനം ചെയ്യാനുള്ളത്. ഒന്ന് പരസ്പരം മനസ്സിലാക്കാനായിട്ട്,
ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ള അവസരമാണ്. നമ്മൾ എന്തുമാത്രം സേവനം ചെയ്യാൻ പറ്റും? ഒന്ന് പരസ്പരം സ്നേഹത്തോടുകൂടെ കഴിയണ്ടേ? ഈ മാതാവിനെ പ്രതി പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഉണ്ടാകട്ടെ, പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നില് വീഞ്ഞില്ലാതെ വന്നപ്പോൾ ചുറ്റും പോയി കുറ്റം പറയുകയല്ല ചെയ്തത്, മകനെ അവർക്ക് വീഞ്ഞില്ല, നമുക്കും സാധിക്കൂ. കുറ്റം പറയാൻ ആളുകൾ ഉണ്ടാകും, പക്ഷേ പരിശുദ്ധ അമ്മയെ പോലെ ഒരു സഹായഹസ്തം ഒന്ന് കൊടുക്കാനായിട്ട് വേദനിക്കുന്ന കുടുംബങ്ങളിൽ അങ്ങനെയൊന്നും ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാലാണ്. ഇതിന് കൂടുതൽ പണം വേണമെന്നോ ഒന്നൊന്നില്ല. ഈ കഴിഞ്ഞാണല്ലോ സിയോജ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഒരു കൊച്ചുകുട്ടിയാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. അവിടെ ഉണ്ടായിരുന്ന ബസ് സ്റ്റോപ്പിലേക്ക് വണ്ടി കയറാൻ പോയപ്പോൾ ബസ് വരാൻ വൈകിയപ്പോൾ ആ ബസ് സ്റ്റോപ്പില് വൃത്തികേടായിട്ട് കിടക്കുക. ഈ കുട്ടിയെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടതാ. ഇദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ പ്രത്യേകത എന്താ? ഒന്നും ചെയ്തില്ല, വെറുതെ നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് തോന്നി അവിടെ കിടന്നിരുന്ന ഒരു ചൂലെടുത്ത് ആ ബസ് സ്റ്റോപ്പൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി. ഒരാളും പറഞ്ഞിട്ടില്ല. അവിടെ ആ വലിയവരൊക്കെ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ കൈ കെട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കൊച്ചുകുട്ടി അവിടെയുണ്ടായിരുന്ന ആ ബസ് സ്റ്റോപ്പിലെ എല്ലാ വൃത്തികേടുകളും ഒക്കെ മാറ്റിക്കളഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ ഇതൊരു പോലീസുകാരൻ വീഡിയോയിലാക്കിയിട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടുത്തെ സാറിനോട് പറഞ്ഞു, സാറ് ഇത് നോക്കി, ഈ കുട്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, നമുക്ക് ഈ കൊച്ചിനല്ലേ ഒരു അവാർഡ് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ കണ്ട് പേരൊന്നും അറിയില്ലെങ്കിലും സ്കൂൾ കണ്ടുപിടിച്ച് ആ കുട്ടിയുടെ അടുത്തേക്ക് പോകാനായിട്ട് സ്കൂളിലേക്ക് പോയി. അവിടെ ചെന്ന് ഈ കുട്ടിയെ അന്വേഷിച്ചു. യൂണിഫോം ഇട്ടാണ് ആ കുട്ടി അന്ന് ക്ലീൻ ചെയ്യുന്നത് കാണുന്നത്. ആ കുട്ടിയെയൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞ ഒരു അവാർഡൊക്കെ അവർ കൊടുക്കുകയുണ്ടായി. പിന്നെ അന്ന് ആ വിദ്യാലയം തീരുമാനിച്ചു 365 ദിവസവും ഇപ്രകാരം ബസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് അവർ തീരുമാനമെടുക്കും. ഈ കുട്ടിക്ക് എവിടെ നിന്ന് ഈ ചൈതന്യം കിട്ടി? എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ വലിയവരൊക്കെ ഉണ്ട്, ചെയ്യാൻ സാധിച്ചല്ലോ. ഈ കുട്ടിക്ക് എവിടെ നിന്ന്? വീട്ടിൽ നിന്ന് കിട്ടിയതാ. സേവനം ചെയ്യാനായിട്ട് ഈ ഇപ്രകാരം വൃത്തികേടായി കിടക്കുന്നത് അത് ഭംഗിയായിട്ട് കിടക്കണമല്ലെന്ന് ചോദിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ആ കുട്ടി അങ്ങനെ ചെയ്യാനായിട്ട് ഒരു മനസ്സുണ്ടായി. ഇതുകൊണ്ടാ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ ഓടി വന്ന്, ഞാനിങ്ങനെ ഒരു രോഗി ലേവനം കൊടുക്കാൻ പോയതാ. ഒരു മുസ്ലിമിന്റെ ഇപ്രകാരമുള്ള ഓൾഡ് ഏജ് ഹോമാണ്. അവിടെ 5-6 പേര് അങ്ങനെ ഇരിക്കണ കണ്ടു. 10-200 പേരുണ്ട്. ഇരിക്കണ കണ്ടപ്പോൾ 1, 2, 3 പേരുടെ 4-5 പേരുടെ പേരുകളൊക്കെ ചോദിച്ചു. അവർ ഇവര് മാത്രം കസേരയിൽ ഇരിക്കുക. ഇത് കഴിഞ്ഞ് ഞാൻ ഈ 5ാമത്തെ പേര് വന്നപ്പോഴേക്കും എല്ലാവരും വന്ന് കസേരയിൽ ഇരിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് തീരില്ലേ? അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നവരാണ്, പക്ഷേ അവര് ഈ പേര് ചോദിക്കുക, സ്ഥലം ചോദിക്കുക. അങ്ങനെ ഞാൻ കുറെ പേരുടെ പേര് ചോദിച്ചു. അത് സ്ഥാനം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറയാ, അച്ഛാ എന്റെ പേര് ഇതാ, ഞാൻ വന്നത് ഇവിടെ നിന്നാ. ദൈവമേ, ഞാൻ മതിൽ കഴിഞ്ഞ് ആ ഗേറ്റ് അങ്ങോട്ട് കടക്കാൻ പോകുമ്പോഴേക്കും ഒരു പേര് പറയാൻ കൊതിക്കുന്ന മനുഷ്യരുണ്ട്. നിങ്ങളൊന്ന് ശ്രവിക്കാനായിട്ട് ദൈവത്തില് അത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ലുക്ക് അറൗണ്ട്, സെർവ് ഗോഡ്. നിങ്ങൾ ഒരു വ്യക്തിയെ ഒന്ന് മനസ്സ് വെച്ചൊന്ന് കേൾക്കാൻ മനസ്സിലായാൽ അത് പരിശുദ്ധമ്മ അതാ ചെയ്യുന്നത്. ആ വീട്ടില് ആവശ്യം വന്നപ്പോൾ ഒന്ന് ശ്രവിക്കാൻ, ഈശോയോടൊന്ന് പറയുവാനുള്ള ഒരു മനസ്സ് കാണിച്ചു. ഇനി ലുക്ക് വിത്തിൻ, നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞ് ദൈവത്തെ കണ്ടെത്തുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിലേക്ക് തിരിയുമ്പോഴാ നമുക്ക് ചിലതൊക്കെ നമ്മുടെ ആധ്യാത്മിക എടുക്കുന്നത് നമ്മളിലേക്ക് തന്നെ തിരിയുമ്പോൾ അത് മനസ്സിലാകുകയുള്ളൂ. കാരണം ഒരു വികാരിച്ചിന്റെ അടുത്ത് എന്നൊരാൾ പറഞ്ഞു, അന്ന് പാടത്ത് കൃഷിയൊക്കെ ചെയ്യുന്നതാ. ഈ കൃഷി ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ പാടം കിടക്കുന്നത് മുകളിലാ, അതിന്റെ താഴെയാണ് വേറൊരു ആളുടെ പാടം. പക്ഷെ ഇദ്ദേഹം ചെയ്യുന്നത്, ഈ മനുഷ്യൻ മുകളിലെ കണ്ടങ്ങളിലൊക്കെ വെള്ളം നനച്ചു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിർത്തും ഈ നെല്ലിന് വേണ്ടിയിട്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ വേറൊരാൾ വന്നിട്ട് ഈ വരമ്പത്ത് പിടിച്ച് എന്താ ചെയ്യുക, അതൊക്കെ ഒന്ന് അള്ളു വെക്കുന്നതാണ്. കുട്ടികൾക്കൊന്നും അറിയാൻ പാടില്ല. ഒരു ഓട്ടയ്ക്ക് ഉണ്ടാക്കി അവിടെ ഇടും. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം മുഴുവനും താഴത്തെ കണ്ടത്തിലേക്ക് പോകും. ഇതിങ്ങനെ ചെയ്ത് വളരെ വിഷമത്തോടുകൂടെ വികാരിയച്ഛന്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യും, ഇനി ഒരു 5-6 ദിവസത്തേക്ക് ചേട്ടൻ ആദ്യം ആ താഴത്തെ പാടം ഒക്കെ ഒന്ന് നനക്കി ശരിക്ക് വെള്ളം നിറച്ച് നിർത്ത്, എന്നിട്ട് ചേട്ടന്റെ പാടത്ത് നിർത്ത്. ഇങ്ങനെ 5-6 ദിവസം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഈ ഇപ്രകാരം താഴത്ത് പാടം ഉണ്ടായിരുന്ന ആ മനുഷ്യൻ വന്ന് ഈ സഹോദരന്റെ വീട്ടിലേക്ക് പോയിട്ട് പറയാ, നിങ്ങൾ ചെയ്യുന്നത് വളരെ വലുതാണ് കേട്ടോ,
ഇത്രയും നാള് നിങ്ങളോട് എനിക്ക് വിഷമവും കലിപ്പൊക്കെ ആയിരുന്നു, അതെല്ലാം എനിക്ക് മാറി എന്ന് പറഞ്ഞ് അവർ വീണ്ടും സുഹൃത്തുക്കളായിട്ട് തീരുക. ഇതാണ് നമ്മളിലേക്കൊന്ന്, ഇതല്ലേ ആധ്യാത്മികത? ഒന്ന് വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ്. എത്രയോ ദിവസങ്ങളിൽ നമ്മൾ പരസ്പരം സംസാരിക്കാതെ നടക്കുന്നു. അങ്ങനെയൊന്നല്ലാതെ നമ്മളൊന്ന് സംസാരിച്ച് ഒന്നും മറന്നു കളയാനായിട്ട്, മറക്കാനൊന്നും നമുക്ക് പറ്റാത്ത അവസ്ഥ. ധൂർത്തപുത്രന്റെ ഉപമയിൽ ധൂർത്തപുത്രന്റെ പിതാവ്, അതായത് ആ പിതാവ്, പരിശുദ്ധ പിതാവ്, ദൈവം, പിതാവായ ദൈവം മറക്കാൻ തയ്യാറായി. അവൻ തിരിച്ചു വന്നപ്പോൾ മറക്കാൻ കഴിയാത്തതാണ്. മൂത്ത സഹോദരൻ പറഞ്ഞു, നിന്റെ സമ്പത്ത് കൊള്ളയടിച്ചതല്ലേ, എല്ലാ ഭാഗം എടുത്തുകൊണ്ട് പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഒരു മൂത്തപുത്രനുണ്ട്. ഇന്ന് നമുക്ക് പറ്റുന്നത് എന്താ? നമ്മളൊന്നും മറക്കില്ല. ഈ ധൂർത്തപുത്രന്റെ ഉപമയിലെ മൂത്ത സഹോദരനെ പോലെയാ. ഇന്ന് വാട്സപ്പും യൂട്യൂബും ഉള്ളത് കൊണ്ട് മറക്കാനേ പറ്റാത്ത അവസ്ഥയിലായി തീർന്നിരിക്കുക. ഒന്നും മറക്കണേ. ഈ നമ്മൾ ധൂർത്തപുത്രന്റെ മൂത്ത സഹോദരനായ ആവരുതെന്ന് പിതാവിന് പോലും ക്ഷമിക്കാനുള്ള ഒരു വലിയ മനസ്സുണ്ട്. ഇന്ന് ഈ തിരുനാൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ആഘോഷിക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ എന്നും മനസ്സിലുണ്ടാകട്ടെ. ലുക്ക് ബാക്ക്, താങ്ക് ഗോഡ്. Look forward, trust in God. Look around, serve God. Look within, find God. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മളിലേക്ക് തിരിഞ്ഞ് ആ ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും ഹൃദ്യമായിട്ട് ആശംസിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം ധാരാളമായിട്ട് ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ